മെലോണി ട്രംപിൻ്റെ കാല് പിടിച്ചൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയാണ് ട്രംപ് പറഞ്ഞത്. ഇത് കേട്ടതും മെലോണി അങ്ങോട്ട് കത്തിക്കയറി, മറ്റേ ഭദ്രകാളിയാവൂല്ലേ അങ്ങനെയൊക്കെ പറയുന്ന പോലെ മെലോണി അങ്ങോട്ട് തിരിച്ചു കൊടുത്ത്, താൻ തൻ്റെ കാര്യം നോക്കിയാൽ എൻ്റെ അടുത്ത് കൂടുതൽ കളിക്കാനൊന്നും വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് നരേന്ദ്രമോദിയായിട്ട് അടുത്ത് നിന്ന് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ സൗഹൃദത്തിൽ പോയതിൻ്റെ അസൂയയാണ് ട്രംപിന്. ശരിക്കും ആണോ? കുറേ ഉണ്ട്. കാരണം അതാ ഇനോഗ്രൽ ഡേയുടെ അന്ന് ടെലിവിഷനിൽ G7 ഇനോഗ്രൽ ഡേയുടെ അന്ന് മെലോണി നരേന്ദ്രമോദിനെ കണ്ടപ്പോൾ ഓടി അടുത്തൊന്ന് കൈ പിടിച്ചിട്ട് കുലുക്കിയിട്ട് പറഞ്ഞു, വി ആർ ദ മോസ്റ്റ് പോപ്പുലർ കപ്പിൾ ഇൻ ദ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മോദി ചിരിച്ച്. കാരണം ഇവർ തമ്മിൽ നല്ലൊരു പേഴ്സണൽ ഇക്വേഷൻ ഉണ്ട്, രണ്ടുപേരും നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. എവിടെ വെച്ച് കണ്ടാലും വർത്തമാനം പറയുക, സ്നേഹമായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യു ആർ ദ ഐഡിയൽ മാൻ, യു ആർ എ പേഴ്സൺ ഹും ഐ അഡോർ ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ ഈ മെലണി. നിങ്ങളെ എനിക്ക് വളരെ ആദരവാണ്, ഞാൻ നിങ്ങളെ വളരെ ബഹുമാനിക്കുന്നു, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, വളരെ കേപ്പബിൾ ലീഡറാണെന്നൊക്കെ മെലണി നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ട്രംപിനെ കുറിച്ചിട്ട്. അതിൽ ട്രംപിന് ഭയങ്കര ദേഷ്യമുണ്ട്. കാര്യം 80 വയസ്സായെങ്കിലും ട്രംപ് ഇപ്പോഴും മറ്റെല്ലാ നാട്ടിലെ നാടൻ പട്ടികളുടെ പോലെയാണ്. ഈ വനിതാ വർഗത്തിനെ കണ്ട് മണത്ത് നടക്കും കൂടെ. അതിൽ കുഴപ്പമുണ്ടായേക്കും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം അത് കഴിഞ്ഞൊരു പോസ്റ്റ് ചെയ്തു. എന്താ, മെലണി എന്താ പറയണേ, എൻ്റെ അടുത്ത് ഒന്ന് ബെഗ് ചെയ്തു എൻ്റെ കിടന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഞാൻ സമ്മതിച്ചത്. ആ സെൽഫി എടുത്തത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ പോപ്പുലാരിറ്റി ഇറ്റ് ഈസ് സാഗിങ് ഇൻ ഇറ്റലി. സോ ഷീ ഹോപ്സ് ടു ഗെറ്റ് റിവൈവ് ഹെർ പോപ്പുലാരിറ്റി ഓർ റീ എനർജൈസ് ഓർ സ്ട്രെങ്തൻ ഹെർ പോപ്പുലാരിറ്റി. അതിനു വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തതെന്നൊക്കെയാണ് ഇയാൾ എഴുതി വെച്ചത്. അപ്പം അതിന് കാരണമുണ്ട്. ഇയാളിങ്ങനെ പറയാക്കി ഇവരോട് ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇറാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഇറ്റലിയിലുള്ള മറ്റേ വിമാനത്താവളങ്ങളിലും അതുപോലെ ഷിപ്പ് അടുക്കുന്ന സ്ഥലത്തുമൊക്കെ അവരുടെ യുദ്ധക്കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ആങ്കർ ചെയ്യാൻ ഇറങ്ങാനായിട്ടുള്ള സൗകര്യം വേണമെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ മൊത്തമുള്ള തീരുമാനമായിരുന്നു. ഇറാൻ യുദ്ധത്തിൽ അവർ നേരിട്ട് പങ്കെടുക്കില്ല, അവർ ഇൻഡയറക്റ്റ് ആയിട്ടുകൂടി അവർ പങ്കെടുക്കില്ല എന്ന് അവർ നാറ്റോ സഖ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇയാൾക്ക് വലിയ ക്ഷീണമായി. അതിൻ്റെ പുറകെ വേറൊരു കാര്യം കൂടി വന്നു. മിനിയാന്ന് ഇവർ അഗ്രിമെൻ്റ് ഒപ്പിട്ടില്ലേ, G7 അവസാനം ഒരു ചർച്ച മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ധാരണാപത്രം എന്നിട്ട് ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞ് പാളീസായി. യുദ്ധമൊന്നും തീർന്നിട്ടില്ല, യുദ്ധം തുടരാണ് അവിടെ. വേറെ പല ഇഷ്യൂസും വന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റ് JD വാൻസ് അവിടെ എത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പിന്നെ ഫീൽഡ് മാർഷലും കൂടിയാണ് സബാ ഷെറീഫും പിന്നെ ആസിം മുനീറും കൂടിയാണ് അഷറേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പോണത്. അവരുടെ ജോലി അത്രയേ ഉള്ളൂ. ഇവർ എന്താ പറയണ, ഹോട്ടലിൽ വരുമ്പോൾ ഇവരെ കൊണ്ടുവന്ന് കസേരയെ കൊണ്ട് ഇരുത്തുക എന്നുള്ളതാണ് അവരുടെ ജോലി. വേറെ ഒരു ജോലിയില്ല അവർക്ക്. ഇപ്പം ട്രംപിന് ഇപ്പോൾ ആൾക്കാർ, മലയാളം അറിയാവുന്നവരൊക്കെ ട്രംപിനെ വിളിക്കണ എട്ടുകാലി മുമ്മുഞ്ഞെന്നാണ്. കാരണം ലോകത്ത് എവിടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇടപെട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. 8 യുദ്ധം ഞാൻ നിർത്തിയത്, 9ാമത്തെ യുദ്ധം നിർത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് 10ാമത്തെ യുദ്ധം ഉണ്ടാവാൻ പോണേ ഉള്ളൂ, അതും നിർത്തി കഴിഞ്ഞു ഓൾറെഡി. സ്റ്റാർ വാഴ്സ് വരെ നിർത്തിയതാണ്. അതെ അതെ. അപ്പം അങ്ങനെ അങ്ങർക്ക് മലയാളത്തിൽ പലരും ആളെ ഒരു എട്ടുകാലി മുമ്മുഞ്ഞാട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രമാണ്. അപ്പം അത് അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതിനിടയ്ക്കാണ് ഈ മെലണിയുടെ അടുത്ത് വയറ് നിറച്ചയക്ക് കിട്ടിയത്. ഒരാവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അയാളത് ഡിപ്ലോമാറ്റിക് ഇതിലൊന്നും അന്ന് പറയാൻ പാടില്ല. അങ്ങനെ അവർ ചോദിക്കുന്നത് എനിക്ക് തോന്നണില്ല. അവർക്കിപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് എന്താ ട്രംപിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ, ഒരു ക്യാമറാമാനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ, ഇതാ ഞാൻ ഇയാളുടെ കൂടെ നിൽക്കുക, ഒരു ഫോട്ടോ എടുത്ത് തരാനായിട്ട്. ഇയാളുടെ അടുത്ത് ബെഗ് ചെയ്യും ആരെങ്കിലും പോയി? ഒരിക്കലും അല്ല സാർ. ഈ ട്രംപിന്റെ സ്വഭാവം ഇതാണ്, പലരെയും അപമാനിച്ച്, ഈ പറയുന്ന സെലൻസ്കി അപമാനിച്ചു, പലരോടും മോശമായിട്ട്. അതുകൂടെ ഉണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ. അയാളുടെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യ അടികൂടുക എന്നും പറഞ്ഞാൽ അത് അയാൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ജർമ്മനിയിലെ ചാൻസലർ വന്നപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്തൊന്നും കൊള്ളില്ല, അല്ല ശരിയല്ല, ഗോ ആൻഡ് സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ ദെൻ യു കം ടു മീ എന്ന് പറഞ്ഞു. സ്പെയിനിലെ അയാളുടെ പേര് ഞാൻ മറന്നു, സ്പെയിനിൻ്റെ പ്രസിഡന്റിൻ്റെ അടുത്ത് പറഞ്ഞു, സി
എനിക്ക് നിങ്ങളുടെ ഒന്നും പെർമിഷൻ വേണ്ട, നിങ്ങളുടെ നാട്ടിൽ വിമാനം കൊണ്ടിറക്കാനും പറന്നു പോകാനും എനിക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി ചെന്ന് അവരോട് മോശമായിട്ട് പേൾ ഹാർബറിൻ്റെ അറ്റാക്കിനെ പറ്റി പറഞ്ഞ് മോശമാക്കി. പിന്നെ സൗദി അറേബ്യയിലെ രാജകുമാരൻ ചെന്നപ്പോൾ എന്താ പറയണേ, യു കിസ് മൈ എന്താ എന്ന് പറഞ്ഞൊരു അത് അങ്ങനെയൊക്കെ പറയരുത്. അയാളൊരു എന്താ പറ്റി, എനിക്ക് അയാളെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അയാൾ ഈ ഒരുമാതിരി കവലച്ചട്ടമ്പികളുടെയും അതുപോലെ തന്നെ എന്താ പറയുക ഒരു സംസ്കാരമില്ലാത്ത രീതിയിൽ പെരുമാറും. അമേരിക്കക്കാരന് വലിയ സംസ്കാരം ഉണ്ടെന്നത് നമ്മൾ ധരിക്കണം. അയാൾ വായിന്ന് വീണ മുഴുവൻ ശുദ്ധ അസംബന്ധ, ശുദ്ധ തെറിയാണ് അയാൾ വിളിച്ചു പലപ്പോഴും. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കോമാളിയായ ഒരു പ്രസിഡന്റാണ് ട്രംപ് അല്ലേ? അത് കോമാളിയാണ്. അയാൾ കോമാളിയായിട്ട് അഭിനയിക്കുന്നതാണെന്ന് അറിയാൻ പാടില്ല. അയാൾ എല്ലാത്തിനും അയാൾ കയറി ഞാനാണ് എല്ലാത്തിൻ്റെ ആൾ, നമ്മളാണ് അതിൻ്റെ ആളെന്നും പറഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യ പറയുകയും ചെയ്തു ഈ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം യുദ്ധം അവസാനിപ്പിച്ചത് അയാളാന്ന് പറഞ്ഞപ്പോൾ അയാളെ ഞങ്ങൾ ഇടപെടിപ്പിച്ചിട്ടേ ഇല്ല. പാകിസ്ഥാൻകാരിവിടെ കരഞ്ഞു വിളിച്ച് വന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ യുദ്ധം നിർത്തിയത്, കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടേണ്ടത് കിട്ടി അവർക്ക്. അപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ട്രംപിൻ്റെ പ്രശ്നം എല്ലായിടത്തും കയറി വലിയ ആളാവാൻ നോക്കും, ക്രെഡിറ്റ് അയാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടാനായിട്ടാണ് അയാൾ ഈ ശ്രമിക്കണം മുഴുവനെയും. ഇപ്പോൾ വെനിസ്വേലയിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ് നോബൽ പ്രൈസ് കൊടുത്തിരുന്നത്. അപ്പോൾ അയാൾ ആദ്യം പറഞ്ഞ എന്താ പറയുക, അത് എനിക്ക് കിട്ടേണ്ട നോബൽ സമ്മാനമായിരുന്നു, അത് അവർക്ക് കൊണ്ടേ കൊടുത്തതാന്ന്. അവരെന്ത് ചെയ്തു, ഈ നോബൽ പ്രൈസ് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞു അവർ. അപ്പം അങ്ങനെ ഒരു കോമാളിയും പിന്നെ ഇതൊക്കെ ആയിട്ടുള്ള ഇപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി എടുത്ത് പറഞ്ഞു മറ്റേ ലെബനനിൽ വെടിവയ്പ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എത്ര അതെങ്ങനെയാണ് പറ്റുക, അവർ ഞങ്ങളെ വെടിവെച്ചാൽ ഞങ്ങൾ വെടി കൊണ്ടുകൊണ്ട് നിൽക്കണം, അതൊന്നും എനിക്കറിയാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല അത്. അപ്പം അങ്ങനെ ആയിക്കൂടി തകർന്ന് തെരിപ്പണായിരിക്കുന്ന സമയത്ത് കൂനിന്മേൽ കുരു പോലെ ഒരു വനിതയുടെ വായിലുള്ള ചീത്ത മുഴുവൻ കേട്ടു. മെലോണി നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്തു. അത് മാത്രമല്ല അമേരിക്കയും ഇറ്റലിയും ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ഏതാണ്ട് തകർന്ന മട്ട. ഇപ്പോൾ അവരുടെ വിദേശകാര്യ മന്ത്രിയുണ്ട് അന്റോണിയോ തെജാനി എന്ന് പറഞ്ഞു, അയാൾ അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോയിരുന്ന അത് ക്യാൻസൽ ചെയ്തു, ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. അല്ല ഇനിയിപ്പോൾ നയതന്ത്ര തലത്തിലും അതായത് ഈ നയതന്ത്ര ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെ വിളിച്ചു വരുത്തി ഇത്തരം പെരുമാറ്റങ്ങളൊന്നും നിങ്ങളുടെ പ്രസിഡന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാണം കിട്ടില്ല. തീർന്നു, അത് എപ്പോഴാ ഉണ്ടാവുക അറിയില്ല, അടിച്ചു കിട്ടുകയും ചെയ്യും. മറുപടി ഉണ്ടാവുക എന്തെങ്കിലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇതൊന്നും പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും അല്ല പറയണേ. അവർ പറഞ്ഞു എന്താ ട്രംപ് പറഞ്ഞു മെലണിയുടെ പോപ്പുലാരിറ്റിയൊക്കെ വളരെ താഴ്ന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ അറബ് ഇറാൻ അക്കൗണ്ട് ഉണ്ടായതിന് ശേഷം എൻ്റെ ഇമേജിൻ്റെ കെയർ ഓഫിൽ അവർ വിചാരിച്ചിരിക്കുന്നത് അത് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമേജ് വർദ്ധിക്കുന്ന ആളാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇമേജ് എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ മതി. എൻ്റെ ഇമേജ് ദാറ്റ് ഈസ് മൈ പ്രോബ്ലം, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. വളരെ ഡിപ്ലോമാറ്റിക് ഇതിൽ പറഞ്ഞാൽ വളരെ ശക്തമായ വാക്കുകളാണ് മെലണി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ട്രംപിനെ അങ്ങേയറ്റം കനത്ത മറുപടി കൊടുക്കുന്ന രീതിയിലാണ്. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ട്രംപിൻ്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു സെലൻസ്കിയാണ് ട്രംപ് ഏറ്റവും മോശമായത്. പിന്നൊന്ന് ഒരു സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ പറഞ്ഞു നിങ്ങളുടെ അവിടെ വംശീയ കൊലപാതകമൊക്കെ നടക്കുകയാണ്, വെള്ളക്കാരെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നും നടക്കുന്നില്ല, ഇല്ലാത്ത കാര്യമാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞു. അയാളെ ഇരുത്തി അപമാനിച്ചു. സെലൻസ്കിയുടെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ അപമാനിച്ചു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ലോക നേതാക്കളെ എനിക്ക് തോന്നുന്നു ട്രംപ് അപമാനിക്കാത്ത 3 നേതാക്കളെ ഉണ്ടാവുള്ളൂ. ഒന്ന് പുടിൻ, ഒന്ന് ഷീ ജിൻപിങ്, ഒന്ന് നരേന്ദ്രമോദി. 3 പേരെ ആരെങ്കിലും പ്രത്യേകിച്ച് മോദിയും പുടിൻ, ഈ 3 പേരും അത്രയും കർക്കശ സ്വഭാവമുള്ള ആൾക്കാർ കൂടിയാണ്. മോദി, പുടിൻ, ഷീ ജിൻപിങ്. അത് ഇത് മെലോണിയുടെ അടുത്ത് എനിക്ക് തോന്നുന്നു മെലോണിയുടെ സ്ത്രീയല്ലേ, തിരിച്ചൊന്നും പറയില്ലായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും ഇയാൾ പറഞ്ഞത്. ഇനിയും പറയില്ല ഒരിക്കലും അയാൾ ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് കൂടുതൽ കിട്ടാനില്ല ഒരിടത്തും. ഇപ്പം കണ്ടില്ലേ ഇയാളുടെ ഈ പെരുമാറ്റം കാരണമാണെന്ന് തോന്നുന്നു. ഇയാൾ ഫസ്റ്റ് ലേഡി അല്ലേ എന്താ ഈ ട്രംപിന്റെ ഭാര്യ മെലാനി ട്രംപ് അല്ലേ, അവർ ഇയാളുടെ കൂടെ ഇപ്പൊ പുറത്തു പോകാറില്ലല്ലോ. അതൊന്നും ആരും ചോദ്യം ചെയ്യാറില്ല. അയാള് ഈ പെരുമാറ്റം കാരണമാണ്. ഇയാൾക്ക് പൊതുവേദികളിലൊന്നൊക്കെ പ്രത്യക്ഷപ്പെടാനോ പെരുമാറാനോ ഒന്നും അറിയാൻ പാടില്ല എന്ന് ഇപ്പൊ രണ്ടാമത്തെ വയസ്സ് 80 ആയില്ലേ. എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ സിനയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയിൽ ഏറ്റവും പ്രായം കൂടിയ പൊസിഷനിൽ പ്രായം കൂടിയൊരു വ്യക്തി
ഒരു പ്രസിഡന്റ് പദം കംപ്ലീറ്റ് ചെയ്യുന്ന ട്രംപ് ആയിരിക്കും. ഇപ്പോൾ 2025 അയാൾ പ്രസിഡന്റ് ആയത്. അതെ. അത് 2029 വരെ അപ്പോൾ 25 അപ്പോൾ ആകുമ്പോഴത്തേക്കൊക്കെ 83-84 വയസ്സായി. ഈ നന്നായിട്ട് മൂക്കൂട്ടെ കള്ളു കുടിക്കണ്ടാവേ, രാത്രിയും പകലൊക്കെ ഇരുന്ന് കള്ളു കുടിക്കണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും, കണ്ടു കഴിഞ്ഞാൽ അറിയാം, മോന്ത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ സെൻസ് ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അയാളുടെ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? ഇല്ല, ആരും പറയില്ല, സ്വഭാവമുള്ളവർ പറയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.